മഹേഷിൻ്റെ പ്രതികാരത്തിന് പിന്നിലെന്ത് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ CR മഹേഷ്, താങ്കൾ കോൺഗ്രസ് വിട്ടിരിക്കുകയാണ്. പക്ഷേ കാരണം എന്താണ് എന്നതിലൊരു ആശയക്കുഴപ്പം. രാഹുൽ ഗാന്ധിയെപ്പറ്റി നടത്തിയ പരാമർശത്തിൽ ഉണ്ടായ വിമർശനം കൊണ്ടാണോ അതോ കൊല്ലം കേന്ദ്രീകരിച്ചാണ് താങ്കൾ പ്രവർത്തിക്കുന്നത്, അവിടെയുള്ള കോൺഗ്രസ് സഹപ്രവർത്തകർ താങ്കളെ സംഘപരിവാറിലേക്ക് പോകുന്നയാൾ അല്ലെങ്കിൽ അകമേ ഒരു RSSകാരൻ എന്ന നിലയിൽ തുടർച്ചയായി വിമർശിക്കുന്നത് കൊണ്ടോ? എന്താണ് അടിയന്തര പ്രകോപനത്തിന് കാരണം? ഹലോ, പറഞ്ഞോളൂ മഹേഷ്. ഹലോ. തീർച്ചയായും ഞാൻ കോൺഗ്രസ് വിട്ടു എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കോൺഗ്രസ് അനുഭാവിയായി തുടരും എന്ന് തന്നെയാണ് എൻ്റെ പത്രസമ്മേളനത്തിലും ഇതുവരെയുള്ള നിലപാടും. ഞാൻ പറഞ്ഞത് സജീവ രാഷ്ട്രീയ പ്രവർത്തനം, സജീവമായ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ്. അതിനെന്നെ പ്രകോപിപ്പിക്കാനുണ്ടായ കാരണം കോൺഗ്രസ് നേരെ പോകണം. കോൺഗ്രസ്സിനെ നേരെ നടത്തിക്കൊണ്ട് പോകേണ്ടുന്ന ഉത്തരവാദിത്വം ഒരു കാലത്ത് KSUവിനും യൂത്ത് കോൺഗ്രസിനുമായിരുന്നു. ഞാൻ രാഹുൽ ഗാന്ധിക്കെതിരായി പരാമർശം നടത്തി എന്ന് പറയുന്നവർ, എൻ്റെ ഉദ്ദേശശുദ്ധി അവർക്കെല്ലാവർക്കും അറിയാം. ഞാൻ ഒരിക്കൽ പോലും ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രസംഗിക്കാറില്ല. ഞാൻ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നയാളാണ്. അതറിയാവുന്ന എൻ്റെ സഹപ്രവർത്തകർ പോലും, ചിലരെങ്കിലും നേതാക്കന്മാർ, ഞാൻ എൻ്റെ പ്രസ്താവനയെ വളച്ചൊടിച്ച് സംഘപരിവാറിനെ സഹായിക്കാനാണ്, BJPയെ ശക്തിപ്പെടുത്താനാണ് താങ്കളുടെ പ്രസ്താവന ഉപയോഗിക്കുക. അവർക്കറിയാം ഞാൻ ഈ സംഘടനാ തെരഞ്ഞെടുപ്പിനെതിരാണ്. ഇത് 5ാമത്തെ KSU തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. മൂന്നാമത്തെ KSU തെരഞ്ഞെടുപ്പ്, 2 യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലൂടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ഇവരെല്ലാം അന്നും ഞാൻ നെയ്യാർ ഡാമിൽ ചേർന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ക്യാമ്പിൽ ഞാൻ ഈ സിസ്റ്റത്തെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെയും ഈ പ്രവർത്തന ശൈലിയെയും വിമർശിച്ചപ്പോൾ അപ്പോഴും ഈ പാർട്ടിയിൽ തന്നെയുള്ള ചില സുഹൃത്തുക്കൾ ഞാൻ രാഹുൽ ഗാന്ധിക്കെതിരായി, ഞാൻ തുക്ലക്, അന്ന് ചാനലിലൊക്കെ വന്ന പ്രധാനപ്പെട്ട വാർത്ത, ഞാൻ രാഹുൽ ഗാന്ധിയെ തുക്ലക് എന്ന് ഉപമിച്ചു. അപ്പോഴും കോൺഗ്രസ് അല്പം ക്ഷീണപ്പെട്ട് നിൽക്കുന്ന സമയത്താണ്. ബഹുമാനപ്പെട്ട AK ആന്റണി ഉൾപ്പെടെ, ബഹുമാനായ ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ, ശ്രീ ഉമ്മൻചാണ്ടി സാറാണെങ്കിലും, ശ്രീ KPCയുടെ പ്രസിഡൻ്റായിരുന്നു ശ്രീ VM സുധീരനും ഒക്കെ അന്ന് എന്നെ പിന്തുണയ്ക്കുകയും നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെയല്ല മഹേഷ് പ്രതികരിച്ചത് ഈ സിസ്റ്റത്തിനെതിരാണ്, ഇങ്ങനെ പ്രവർത്തകരെ തമ്മിലടിപ്പിക്കുന്ന ഈ സമ്പ്രദായം അവസാനിപ്പിക്കണം. കേരളത്തിൽ KSUവും യൂത്ത് കോൺഗ്രസും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. അവയെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ നടത്തേണ്ടുന്നത് എന്നാണ് ഉദ്ദേശിച്ചത് എന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണ മാറി. ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ സീറ്റിനായി ആഗ്രഹിച്ച് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴും എനിക്കെതിരായി പറഞ്ഞത് ഞാൻ രാഹുൽ ഗാന്ധിയുടെ വിമർശകനാണ്. അപ്പം ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് ഇപ്പം മറ്റുള്ളവർ പറയട്ടെ, മീഡിയ പറയട്ടെ, മാധ്യമങ്ങൾ പറയട്ടെ. രാഹുൽ ഗാന്ധിയെ വിമർശിച്ചു, രാഹുൽ ഗാന്ധിക്ക് മാറാൻ പറഞ്ഞു, രാഹുൽ ഗാന്ധി ഒഴിയണം എന്നൊക്കെ മാധ്യമങ്ങൾ പറയാം. പക്ഷേ വളരെ ഉത്തരവാദിത്തപ്പെട്ട, എൻ്റെ മാനസികാവസ്ഥ അറിയാവുന്ന, ഞാൻ ഈ സിസ്റ്റത്തിനെതിരാണ് എന്നുള്ളത് കൊണ്ട് പറഞ്ഞു. KPCCക്ക് പ്രസിഡൻ്റില്ല കുറച്ച് ദിവസമായി. അപ്പോൾ ആ സമ്മിശ്രം എല്ലാം കൂടി ചേർത്തുകൊണ്ട് രാഹുൽ ഗാന്ധി മുമ്പിൽ നിന്ന് നയിക്കണം എന്ന് ആവശ്യപ്പെട്ട എൻ്റെ ആ ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ, ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ്, ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ ആ ഒരു വികാരം വളച്ചൊടിച്ച് ഞാൻ രാഹുൽ ഗാന്ധിക്കെതിരാണ്, അത് സംഘപരിവാറിനെ സഹായിക്കാനാണ്. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ തെരഞ്ഞെടുപ്പ് മത്സരിച്ചപ്പോൾ പോലും എനിക്കെതിരായി ഉണ്ടായിരുന്ന പ്രചരണം എന്താണ്? ഞാൻ RSSകാരനാണ്, സംഘപരിവാറിൻ്റെ ആളാണ് എന്ന് പറഞ്ഞ് പരത്തിയത് ആദ്യം സീറ്റ് മോഹികളായ കോൺഗ്രസ് നേതാക്കന്മാർ പറയുകയും അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ സുഹൃത്തുക്കൾ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും അങ്ങനെയാണ് എന്നെ പരാജയപ്പെടുത്തുന്നത്. പ്രധാനപ്പെട്ട ഒരു കാരണം. അപ്പോൾ അതിനെ ചുവട് പിടിച്ച് പിന്നെ എന്ത് ഞാൻ വിമർശിച്ചാലും ശരി, സോഷ്യൽ മീഡിയയിലടക്കം ഞാൻ എന്തു പറഞ്ഞാലും ശരി, സംഘിയാണ്. അങ്ങനെ 2 കൊല്ലത്തിനും ചവിട്ടി നിൽക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷവും എനിക്കെതിരായി സോഷ്യൽ മീഡിയയിലെല്ലാം ജനം TVയുടെ എംബ്ലം വെച്ചുകൊണ്ട് മഹേഷ് BJP ചേർന്നു, CR മഹേഷ് BJP പോകും, ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? അങ്ങനെ എന്നെ നിരന്തരമായി എന്തിനാണ് എന്നെ വേട്ടയാടുന്നത്? ഇവരെന്നെ എന്തിനാണ് ഭയക്കുന്നത്? അപ്പോൾ BJP പോകണമെങ്കിൽ BJP പോയിക്കൂടെ? ഇപ്പോഴും ഇന്ന് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞ് ഞാൻ കോൺഗ്രസിനെതിരായി ഒരു വർത്തമാനവും പറഞ്ഞിട്ടില്ല, കോൺഗ്രസ് നേതാക്കന്മാരെ വിമർശിച്ചിട്ടില്ല.
എൻ്റെ ഈ ഒരു തീരുമാനം, ഞാൻ സജീവമായി കുറച്ച് നാൾ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിക്കുകയാണ്, മറ്റെന്തെങ്കിലും ഒരു തൊഴിലെടുത്ത് ജീവിക്കണം എന്നുള്ള ആഗ്രഹം. അപ്പോൾ അതിനെപ്പോലെ ഇപ്പോൾ കിടക്കുന്ന ഞാൻ അവിടെ സ്ഥാനാർത്ഥിയാണ്, BJP സ്ഥാനാർത്ഥിയാണ്, അപ്പുറത്ത് BJP സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട ഞാൻ BJP അല്ല, ഞാൻ മരിക്കുന്നത് വരെ ഞാനൊരു കോൺഗ്രസിൻ്റെ മാനസികാവസ്ഥയുള്ള ആളായിരിക്കും. ഞാനങ്ങനെ അധികാരം കോൺഗ്രസ് ക്ഷീണിക്കുമ്പോൾ മറ്റുള്ളിടത്തേക്ക് പോവുക, അക്കരപ്പച്ച് കാണും പോവുക, അങ്ങനെയുള്ള ഒരാളല്ല ഞാൻ. എൻ്റെ അഭിപ്രായങ്ങൾ മുമ്പും രേഖപ്പെടുത്തിയിട്ടുള്ള ആളാണ് ഞാൻ. ദേശീയ നേതൃത്വത്തെ എതിരായി പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാന നേതൃത്വത്തിനെതിരായി പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട VM സുധീരൻ KPCCയുടെ പ്രസിഡൻ്റായിരിക്കുമ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ച ജംബോ കമ്മിറ്റിക്കെതിരായി ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹമൊന്നും, ബഹുമാനപ്പെട്ട AK ആന്റണി, അദ്ദേഹത്തിനല്ലേ കൂടുതൽ നോവേണ്ടത്. അദ്ദേഹത്തിനെ ഞാൻ പറഞ്ഞത് അദ്ദേഹം മിണ്ടാതിരിക്കുന്നു, അദ്ദേഹം മൗനിയാണ്. അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തെ കണ്ടിട്ടുള്ള എനിക്കെതിരായി ഇപ്പോൾ തിരികെ ഏറ്റാനായി ചെന്നിട്ടുള്ളവരോടും പറഞ്ഞത് മഹേഷ് അങ്ങനെയൊക്കെ പ്രതികരിക്കുന്ന ആളാണ്, മഹേഷ് അത് പറയും, മഹേഷ് അതിനകത്ത് എനിക്ക് നീരസമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി പോലും വളരെ പോസിറ്റീവായിട്ട് എടുക്കാൻ സാധ്യതയുള്ള ഒരു പ്രസ്താവനയെ വളച്ചൊടിച്ച് എന്നെ സംഘപരിവാർ ശക്തികളുടെ തൊഴുത്തിൽ കൊണ്ട് കെട്ടി എന്നെ എങ്ങനെയെങ്കിലും ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നെ തല്ലിക്കൊന്നതുപോലെ വീണ്ടും എന്നെ അങ്ങനെ ഒന്നാമത്തെ വിഷയം അതാണ്. പിന്നീട് കോൺഗ്രസ് ഇങ്ങനെ പോയാൽ മതിയോ? പോരാ. അതിലേക്ക് വരാം മഹേഷ്, അതിലേക്ക് വരാം. കോൺഗ്രസ് ശ്രീ പഴകുളം മധു, ഇന്നിപ്പോൾ SM കൃഷ്ണ വരെയുള്ള സീനിയർ നേതാക്കന്മാർ BJPയിലേക്ക് പോവുകയാണ്. ഇവിടെ അങ്ങനെയല്ല സ്ഥിതി. ഇവിടെ ഈ സംഘടനാ സംവിധാനത്തിൽ നല്ല ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്നവർ, അഭിപ്രായ പ്രകടനം നടത്തുന്നവർ, അവർ പറയുകയാണിതാ എന്നെ സംഖ്യയാക്കുകയാണ് എൻ്റെ കൂടെയുള്ളവർ, അതിൽ മനമെടുത്ത് ഞാൻ ആ പാർട്ടിയിൽ നിന്ന് മാറുന്നു. പക്ഷേ സാധാരണക്കാർക്ക് എന്തെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിൽ അവരെ സേവിക്കുക എന്ന ഒരു പൊതുസേവകൻ്റെ ദൗത്യത്തിൽ തുടർന്നും ഉണ്ടാവുകയും ചെയ്യുമെന്ന്. മഹേഷിനെ അനാഥമാക്കിയത് ആരാണ്? മഹേഷ് അനാഥനല്ല, സനാതനായിരുന്നു. മഹേഷ് ഈ പാർട്ടിയിൽ കിട്ടാവുന്ന എല്ലാ സൗഭാഗ്യങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രായത്തിനകത്ത് ലഭിച്ച ഒരു വ്യക്തിയാണ്. അത്തരം നിരാശ അദ്ദേഹത്തിന് ഉണ്ടാകേണ്ട യാതൊരു കാര്യവുമില്ല. SM കൃഷ്ണയെ പോലെ ഒരു ജീവിതത്തിൻ്റെ വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന ചില നേതാക്കന്മാർ പുതിയ ലാവണങ്ങൾ തേടി പോകുന്നത് പോലെ മഹേഷ് പോകുമെന്നും ഞാൻ കരുതുന്നില്ല. ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നം എന്താണ്? കോൺഗ്രസിൻ്റെ സമന്നതരായ 2-3 നേതാക്കന്മാരെ പരാമർശിച്ചുകൊണ്ട് മഹേഷ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിലെ ഭാഷയോടുള്ള എതിർപ്പാണ് ചില കേന്ദ്രങ്ങളിൽ ഉയർന്നു വന്നത്. എന്നാൽ അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നുള്ള മഹേഷിൻ്റെ പരാമർശത്തോട് ഞാൻ വിയോജിക്കുന്നില്ല. അദ്ദേഹം കോൺഗ്രസ് അല്ലെന്നോ കോൺഗ്രസിൻ്റെ വികാരമില്ലാത്ത ആളാണെന്നോ അദ്ദേഹം മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണെന്നോ ഞങ്ങൾ ആരും ഇതുവരെ പാർട്ടിക്കകത്ത് ചില അദ്ദേഹത്തിൻ്റെ പ്രചരണം ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതൊട്ടൊക്കെ ശരിയുമാണ്. പക്ഷേ ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർ, എന്നെപ്പോലെയുള്ള ആൾക്കാർ ഈ കാര്യത്തിൽ വിമർശനം ഉയർത്തുന്നത് മഹേഷിനെ പോലെ ഇത്തരം ഒരു പ്രധാനപ്പെട്ട പാർട്ടി പദവിയിലിരിക്കുന്ന ഒരു നേതാവ് കോൺഗ്രസിൻ്റെ ഒരു അവശ്യഘട്ടത്തിൽ ഇത്തരമൊരു പരാമർശം പരസ്യമായി നടത്തിയത് ശരിയായിട്ടില്ല എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് നേതൃത്വം ഏറ്റെടുത്ത് മുന്നിൽ നിന്ന് നയിക്കാൻ താല്പര്യമില്ലെങ്കിൽ അദ്ദേഹം ഒഴിയണം. ഒരു മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ രാജ്യം മുഴുവൻ പടർന്നു പന്തലിച്ചിരുന്ന വേരുകൾ അറ്റുപോകുന്നത് അങ്ങ് കണ്ണു തുറന്ന് കാണണം. ഇത് വലിയ കുഴപ്പം പിടിച്ച പരാമർശമാണ്. ഇത് ഒരു നിങ്ങളുടെ ഭാഷ നോക്കി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലിറ്ററലി അത് പരിശോധിച്ചാൽ ഒരുപക്ഷെ അതിൽ കുറ്റം കാണില്ല. എന്നാൽ ശ്രീ രാഹുൽ ഗാന്ധി ഈ കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ കോൺഗ്രസ് ഒരു വലിയ രാഷ്ട്രീയ ശക്തിയൊന്നും ആയിരുന്നില്ല, ഭരണമുണ്ടായിരുന്നു കോൺഗ്രസ്സിന്. ആ ഘട്ടത്തിൽ അദ്ദേഹം അധികാര രാഷ്ട്രീയത്തിന് പിന്നാലെ പോകാതെ ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം നടത്തിയിരിക്കുക അദ്ദേഹം. ഈ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റുകളുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണും ദിവസം വരെ അദ്ദേഹം കഠിനമായ പ്രവർത്തനത്തിലായിരുന്നു. അദ്ദേഹത്തോട് ഈ ഒരു ചോദ്യം ചോദിക്കേണ്ട കാര്യം ഇല്ല. അദ്ദേഹത്തിനെതിരായി പ്രചരണം നടത്തുന്നത് BJP ആണ്, വർഗീയ ശക്തികളാണ്. അദ്ദേഹത്തിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും അവയിൽ പലതിനെയും വിലക്കെടുത്തുകൊണ്ട് BJP നടത്തുന്ന കുപ്രചരണങ്ങളിൽ പലരും വീണു പോയിട്ടുണ്ട്. അത് സത്യമാണ്. മഹേഷിനെ പോലെ അങ്ങനെ വീണു പോകരുത്. മഹേഷ് അങ്ങനെ വീണു പോകേണ്ട ആളല്ല. മഹേഷിൻ്റെ പരാമർശം രാഹുൽ ഗാന്ധിയെ പിൻ പോയിൻ്റ് ചെയ്യാൻ പാടില്ല. അതൊരിക്കലും ശരിയല്ല. മഹേഷിൻ്റെ ഉദ്ദേശശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അതേ അവസരത്തിൽ മഹേഷ് പറഞ്ഞ ഭാഷ രാഹുൽ ഗാന്ധി ഒഴിഞ്ഞു പോകണമെന്ന് അദ്ദേഹം പറഞ്ഞത് ഒട്ടും ശരിയായില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാം വിലയിരുത്തൽ. AK ആന്റണി അദ്ദേഹം മൗനി ഭാവം. നിങ്ങൾ രാഹുൽ ഗാന്ധിയെ വിമർശിച്ച വിധം ശരിയായില്ല, നിങ്ങളെങ്ങനെ വിമർശിച്ചുകൂടായിരുന്നു എന്നൊരു നിലപാടാണ് പാർട്ടി നേതാക്കന്മാരടക്കം കൈക്കൊള്ളുന്നെങ്കിൽ തെറ്റില്ല. ഒരാളെ ബ്രാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തുടർച്ചയായി ശ്രീ പഴകുളം മധു.
അവിടെയാണ് ആ സമീപനത്തിൽ മനം നൊന്ത് ഇദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത്. ഒരു കോൺഗ്രസ് മാനസികാവസ്ഥയുള്ള ആളിന് കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? അല്ല, ഈ മഹേഷിൻ്റെ അതേ ഏജ് ഗ്രൂപ്പിലുള്ള ഏതെങ്കിലും ഒരു നേതാവ് അദ്ദേഹത്തെ കോർണർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാം, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ഏജ് ഗ്രൂപ്പിൽ അല്ലാത്ത ആളുകളുമൊക്കെ ഉണ്ട്. കോൺഗ്രസിന് അങ്ങനെ ഒരു ധാരണയില്ല. ഇപ്പോൾ കൊല്ലത്ത് KC രാജൻ, M അൻസാർ, അങ്ങേക്കറിയാം, ഈ ഗ്രൂപ്പ് നേതാക്കന്മാരുമാണ് അവിടുത്തെ. എത്രമാത്രം ഈ കരുനാഗപ്പള്ളിയിൽ CR മഹേഷിനെ തോൽപ്പിക്കുന്നതിനുള്ള കോപ്പ് കൂട്ടിയവരാണ്, ഏതൊക്കെ തരത്തിലുള്ള പ്രചാരവേലകൾ സംഘടിപ്പിച്ചിട്ടുള്ളവരാണ് എന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ സത്യസന്ധമായ പ്രതികരണം നടത്താൻ തന്നെയാണ് അങ്ങ് ഇരിക്കുന്നതെങ്കിൽ അങ്ങേക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ഘട്ടത്തിൽ എയുടെ ആളും അതിനോടൊപ്പം ചേർന്നു, തൊടിയൂർ രാമചന്ദ്രൻ. ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് മഹേഷിൻ്റെ രക്തത്തിന് വേണ്ടി ദാഹിച്ചത്. മഹേഷ് പറഞ്ഞതുപോലെ പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുകയായിരുന്നു. അദ്ദേഹം കരുനാഗപ്പള്ളിയിൽ തോൽക്കുകയല്ല, കൊല ചെയ്യപ്പെടുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അല്ല, മഹേഷ് ഇത്തരം പരാമർശം ഉയർത്തിയോ എന്ന് എനിക്ക് വിശദാംശങ്ങൾ അറിയില്ല. മഹേഷ് പറഞ്ഞിട്ടില്ല. അല്ല, അത്തരം പ്രശ്നങ്ങളോ അത്തരം പരാമർശങ്ങളോ മഹേഷ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ച കരുനാഗപ്പള്ളിയിൽ നടത്താവുന്നതാണ്, കരുനാഗപ്പള്ളിയിലോ കൊല്ലത്തോ നടത്താവുന്നതാണ്. ഞങ്ങളുടെ പാർട്ടി ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടിയാണ്. പക്ഷേ സ്വാതന്ത്ര്യം പരമാവധി ഉപയോഗപ്പെടുത്തിയ ആളാണ് CR മഹേഷ്. അദ്ദേഹം പറഞ്ഞല്ലോ, AK ആന്റണി ഇരിക്കുന്ന വേദിയിൽ തന്നെ അദ്ദേഹം കഠിനമായ പരാമർശം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ആരും കോർണർ ചെയ്തിട്ടില്ല. അദ്ദേഹം ആ പരാമർശങ്ങളൊക്കെ ഞങ്ങൾ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തെ പിന്തുണച്ചിട്ടുള്ളവരാണ്. പക്ഷേ ഈ പരാമർശം CR മഹേഷിൻ്റെ ഭാഗത്തും ഉണ്ടാകരുതായിരുന്നു എന്നുള്ള തെറ്റുമില്ല. എന്നാൽ ആരെങ്കിലും അല്ലല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ അദ്ദേഹത്തെ മറ്റൊരു രൂപത്തിൽ ബ്രാൻഡ് ചെയ്യാൻ നോക്കുന്നു, അതാണ് പ്രശ്നം. ഇപ്പോൾ വിഷ്ണുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പോലും സംഘപരിവാറിൻ്റെ പ്രചാരവേലയിൽ പെട്ടുപോയ ഒരാൾ എന്ന നിലയിൽ, ഒരു പരിതാപകരമായ നിലയിൽ CR മഹേഷിനെ നിർത്തുകയാണ്. അതെന്തിനാണ്? അല്ല, ഈ അവസരം ആരെങ്കിലും ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല ഗ്രൂപ്പ് മറുപടിയും വന്നു. അപ്പോൾ ഞാൻ തിരികെ എത്താം താങ്കളിലേക്ക്. ഒരു നിമിഷം ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, മഹേഷ് പാർട്ടി വേദികളിൽ ശക്തമായിരുന്ന ആളാണ്. ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇതെല്ലാം എഴുതിയതാണ് മഹേഷിന് പറ്റിയ ഒരു വലിയ പിഴവ് എങ്കിൽ, മഹേഷ് ഇത്തരം വിമർശനങ്ങൾ പാർട്ടിക്കകത്ത് നടത്തിയപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഫേസ്ബുക്കിലൂടെ മഹേഷ് സ്വമേധയാ എഴുതിയാൽ ഉണ്ടാകും എന്ന് കരുതുന്ന പരിക്കുകൾ പാർട്ടി വേദിക്കകത്ത് ആ അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് മഹേഷ് പറഞ്ഞത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുക വഴിയും ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ അതൊന്നും അല്ല, ഇതാ ഒരു മഹാപരാധം മഹേഷ് ചെയ്തിരിക്കുന്നു, രാഹുലിനെ പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന നിലയിൽ സമീപനമെടുക്കേണ്ട ഒരു വിഷയമായിരുന്നു ഇത്. വേണു, ഇപ്പോൾ CR മഹേഷ് തന്നെ പറഞ്ഞത് ഞാൻ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചിട്ടില്ല എന്നാണ്. അപ്പം മഹേഷിൻ്റെ സംഭാഷണം, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ പഴകുളം മധു പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഞാൻ വായിച്ചു. അദ്ദേഹം വിഷ്ണുവിനെക്കുറിച്ച് അല്ലേ ചോദിച്ചത്, അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലും ഇത് തന്നെയുണ്ട്. അതായത് ഈ സംഘപരിവാരത്തിൻ്റെ അവരാണ് രാഹുൽ ഗാന്ധിയെ ഈ തരത്തിൽ ബ്രാൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ മുദ്രയടിക്കുന്നത്, അതിൻ്റെ കൂടെ കൂടരുതായിരുന്നു എന്ന് മധുവും പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാം വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്താ അറിയോ, രാഹുൽ ഗാന്ധിയെ വിമർശിക്കാൻ പാടില്ല. അതാണ് വലിയ അപരാധം ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഏറ്റവും വലിയ അപരാധം. അതുകൊണ്ട് തെറ്റില്ല ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, അങ്ങനെ വിമർശിച്ചാൽ അവൻ സംഘി എന്നാക്ഷേപിച്ച് അകറ്റി നിർത്തുന്ന സമീപനം. സംഘി എന്നുള്ള കഥ ഇപ്പോഴുള്ളതല്ല. സംഘിയായിട്ട് മഹേഷിനെ ചിത്രീകരിച്ചത് നേരത്തെയും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ ഒരാൾ പോലും രാഹുൽ ഗാന്ധി വിമർശിക്കാൻ പാടില്ല, നെഹ്റു കുടുംബത്തിലെ ഒരാളെ വിമർശിക്കാൻ പാടില്ല. ഇവർ യൂത്ത് കോൺഗ്രസിൻ്റെയും കേസിൻ്റെയും പേരിലാണല്ലോ ഇവരൊക്കെ ഈ ഊറ്റം കൊള്ളുന്നത്. മധു, മഹേഷ് ഇവരെല്ലാം ഊറ്റം കൊള്ളുന്നതിൻ്റെ പേരിലാണ്. കേരളത്തിലെ കോൺഗ്രസ്സിൽ അഖിലേന്ത്യാ തലത്തിലും നേതൃത്വത്തെ വിമർശിച്ചും വെല്ലുവിളിച്ചും കൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് വളർന്നു വന്നത്. അടിയന്തരാവസ്ഥയായിരുന്നില്ല ഏറ്റവും ഭയാനകമായ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നടന്ന ഗൗഹത്തി AICCയിൽ നമ്മുടെ AK ആൻ്റണി, ഇപ്പോൾ മൗനിയായി നിൽക്കുന്നു എന്ന് പറയുന്ന AK ആൻ്റണി അടിയന്തരാവസ്ഥയെ വിമർശിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ടുകൾ വായിച്ചിരിക്കുന്നത്. ആ ആൻ്റണിയെ ഇന്ദിരാഗാന്ധി ഒന്നും ചെയ്തില്ലല്ലോ. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? മഹേഷിൻ്റെ പോസ്റ്റിൽ എന്തെങ്കിലും ഒരു കാര്യം തെറ്റാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമുക്കറിയാം, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ, പിന്നെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകൾ, ബീഹാർ ഒഴിച്ച് എന്താ ഫലവും നമുക്കറിയാം.